മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അൺഫോർച്ചുനേറ്റ് ആയിട്ട് നമ്മുടെ ജോലി നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്, റൈറ്റ്? വിച്ച് മീൻസ് നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ബിഫോർ എനി ഇൻവെസ്റ്റ്മെന്റ് വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ക്രിയേറ്റ് എ എമർജൻസി ഫണ്ട്. എന്താണ് എമർജൻസി ഫണ്ട് എന്നുള്ളത് അറിയും? പെട്ടെന്ന് നമുക്ക് വരുന്ന വരുമാനം നിന്ന് കഴിഞ്ഞാൽ തുടർന്നുള്ള 3-6 മാസത്തേക്ക് താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ഡെയിലി എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു റിസ്ക് കവർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഫണ്ടാണ് ഇത്. തികച്ചും ലിക്വിഡ് ആയിരിക്കണം. ഇതിൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന പോലെ എമർജൻസി ആസ്പെക്ട്സിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫണ്ടായിരിക്കണം. പ്രിഫറബിളി ഇത് നമ്മുടെ മന്ത്ലി എക്സ്പെൻസിൻ്റെയോ അല്ലെങ്കിൽ മന്ത്ലി സാലറിയോ 3 to 6 times ഹയർ ആണെന്നുണ്ടെങ്കിൽ അവർ ഫിനാൻഷ്യൽ പൊസിഷൻ വിൽ ബി വെരി ഗുഡ്. സോ ബിഫോർ സ്റ്റാർട്ടിങ് എനി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക. അതിനുശേഷം മാത്രം ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാം. ഇതുപോലെയുള്ള സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഫിനാൻസ് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വെക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.